ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरों श्रीयुतपदकमलं श्रीगुरों वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं राधाकृष्णपादान् सगणललिता शिविशाखान्वितंश्च ये कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्त राधाकान्त नमोस्तुते तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवे प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिने नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्त वृंदा हरे कृष्ण 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 हरे 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 राम 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 हरे हरे गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। हरे कृष्णा हरि ओम तत्सत् ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് അധ്യായം 4 35-ാമത്തെ ശ്ലോകം മുതൽ യജ്ഞാത്വാ ന പുനർമോഹം ഏവം യാസ്യസി പാണ്ഡവാം യേന ഭൂതാന്യശേഷാനി ദ്രക്ഷ്യസ്യാത്മന്യഥോ മയി യജ്ഞാത്വാ ന പുനർമോഹം ഏവം യാസ്യസി പാണ്ഡവാം യേന ഭൂതാന്യശേഷാനി ദ്രക്ഷ്യാസ്യാത്മന്യഥോ മയി. ഹരേ കൃഷ്ണ. സ്മിത മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഇതിലെങ്ങനെയാന്ന് വെച്ചാല് ഞാൻ വായിക്കണ കേട്ടോ. അല്ല പ്രഭു. ഓം നമോ ഭഗവതി വാസുദേവായ. യജ്ഞാത്വാന പുനർമോഹം ഏവം യാസ്യസി പാണ്ഡവ യേന ഭൂതാന്യശേഷേണ ദ്രവ്യസ്യാത്മന്യതോ മയി. ഭൂതാന്യശേഷേണ എന്നാണ് ഇതില് കാണുന്നത്. അശേഷാനി. ശേഷാനീന. അതെ, അവിടെ ഇതിൽ നോക്കിക്കോളൂ. ശരി അശേഷാനി. ശരി. കാണാണ്ട്. ഹരേ കൃഷ്ണ പ്രഭു. കൃഷ്ണ. ഓക്കെ, ശ്യാമള മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. യജ്ഞാതോ ന പുനർമോഹം ഏവം യാസ്യസി പാണ്ഡവ യേന ഭൂതാനി ശേഷേണി ദൃശ്യസ്യാത്മന്യതോ മയി. മംഗള മാതാജി. हरे कृष्ण प्रभु प्रणाम प्रभु। ओम नमो भगवते वासुदेवाय। यज्ञाता न पुनर्मोहम् एवं यास्यसि पाण्डवा येन भूतान्य अशेषाणि रक्ष्यस्यात्मन्यथो मयि। हरे कृष्ण। സുചി മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. യജ്ഞാത്വാ നഃ പുനർമോഹമേവം യാസ്യസി പാണ്ഡവ യേന ഭൂതാന്യശേഷാണി ദ്രക്ഷ്യസ്യാത്മന്യഥോ മയി. ഹരേ കൃഷ്ണ. ട്രാൻസ്ലേഷൻ മാറ്റുന്നു. ഹരേ കൃഷ്ണ. ആത്മസാക്ഷാത്കാരം ലഭിച്ച ഒരു വ്യക്തിയിൽ നിന്ന് യഥാർത്ഥ ജ്ഞാനം ഗ്രഹിച്ചു കഴിഞ്ഞാൽ നീ ഒരിക്കലും മായയ്ക്ക് അധീനനാവുകയില്ല. സർവജീവികളും പരമപുരുഷന്റെ അംശങ്ങളാണെന്നും അവ എന്റേതാണെന്നും നിനക്ക് സ്പഷ്ടമാവും. ഹരേ കൃഷ്ണ. Very good. Having obtained real knowledge from a self-realized soul, you will never fall again into such illusion. For by this knowledge, you will see that all living beings are but part of the Supreme, or in other words, that they are mine. അപ്പോൾ നമുക്ക് ഈ ജ്ഞാനം എവിടുന്ന കിട്ടുക? ഒരു റിയലൈസ്ഡ് സോളിൽ നിന്ന്, അല്ലേ? ഒരു മുക്താത്മാവിൽ നിന്നാണ് നമുക്ക് ജ്ഞാനം കിട്ടുക. അതിനാണ് ഇതിനു മുമ്പ് ശ്ലോകത്തിൽ പറഞ്ഞ് തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേക്ഷന്തി തേ ജ്ഞാനം ജ്ഞാനിന തത്വദർശിന. തത്വദർശികളായിട്ടുള്ള ആൾക്കാരിൽ നിന്നാണ് നമുക്ക് ജ്ഞാനം കിട്ടും. അപ്പോൾ ആ ജ്ഞാനം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രണിപാതേന പരിപ്രശ്നേന സേവയ. ഇത് ചെയ്യണം. അപ്പോൾ ആ ആത്മാവ് നമുക്ക്, ആ ജ്ഞാനം, ആ സെൽഫ് റിയലൈസ് സോൾ, ആ മുക്താത്മ നമുക്ക് വേണ്ടുന്ന അറിവ് തരും.
അപ്പൊ അങ്ങനെ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും എല്ലാവരും ഭഗവാന്റെ അംശങ്ങളാണെന്ന്. അല്ലാത്തവർക്ക് നമുക്ക് മാത്രമേ സോളുള്ളൂ, മറ്റുള്ളവർക്ക് സോളില്ല, ഭഗവാന്റെ പാർട്സ് അല്ല എന്നുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടായിരിക്കും. For by this knowledge you will see that all living beings are but part of the Supreme. ഭഗവാന്റെ പാർട്സ് ആണ്. Or in other words that they are mine. അല്ലെങ്കിൽ അവർ എൻ്റെതാകുന്നു. അതായത് ഭഗവാൻ പറയാണ് അവരെല്ലാം എൻ്റെ അംശങ്ങളാണെന്ന്. ഇത് എപ്പോൾ മനസ്സിലാക്കും? ആരാണോ ഒരു മുക്താത്മാവായിട്ടുള്ള ഒരു ഭക്തന്റെ ശിഷ്യത്വം സ്വീകരിക്കുന്നത്, അവരെ സേവിക്കുന്നത്, അവരിൽ നിന്നും നമ്മളുടെ ഓരോ ചോദ്യത്തിനും ഉത്തരം കിട്ടുമ്പോൾ ഇതെല്ലാം ക്ലാരിറ്റിയോടുകൂടി നമുക്ക് മനസ്സിലാവും. ആ സമർപ്പണ സേവന മനോഭാവം നമ്മളിൽ ഉണ്ടായിരിക്കണം. ഇതറിയാനുള്ള ആ ആകാംക്ഷ നമ്മളുടെ ഉള്ളിലുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്താണ് അതിൻ്റെ തത്വം ശരിക്കും മനസ്സിലാക്കി തരാൻ അവർക്ക് കഴിയുള്ളൂ. അല്ലാത്തവർക്ക് അത് കിട്ടില്ല. So the result of receiving knowledge from a self-realized soul or one who knows things as they are is learning that all living beings are parts and parcel of the Supreme Personality of God and Lord Sri Krishna. ഇത് നമ്മൾ തത്വത്തിൽ മനസ്സിലാക്കണം. എല്ലാ ജീവജാലങ്ങളും ഭഗവാന്റെ അംശങ്ങളാണ്. ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള വസ്ത്രം കൊടുത്തിട്ടുണ്ട് ഭഗവാൻ. നമുക്കും വ്യത്യസ്തമായിട്ടുള്ള നമുക്ക് മനുഷ്യരുടെ വസ്ത്രമാണ് തന്നിരിക്കുന്നത് അല്ലേ? നമുക്ക് മനുഷ്യരുടെ, ചില ജീവാത്മാക്കൾക്ക് മൃഗങ്ങളുടെ, ചില ജീവാത്മാക്കൾക്ക് പക്ഷികളുടെ, ചില മത്സ്യങ്ങൾ, കൃമി കീടങ്ങൾ, വൃക്ഷങ്ങൾ, ഇതെല്ലാം വ്യത്യസ്തമായിട്ടുള്ള വസ്ത്രങ്ങളാണ്. എങ്ങനെ നമ്മൾ വസ്ത്രങ്ങൾ ഒരു ദിവസം കഴിഞ്ഞാൽ അത് മാറ്റിയിട്ട് വേറെ പുതിയ വസ്ത്രം ധരിക്കുന്നു, അതേപോലെ ഈ ജീവാത്മാവും ഈ ശരീരം വെടിഞ്ഞിട്ട് പുതിയൊരു ശരീരം സ്വീകരിക്കുന്നു. നമ്മളുടെ കർമ്മത്തിൻ്റെയും ആഗ്രഹത്തിൻ്റെയും അനുസരിച്ച് ചില സമയത്ത് നമുക്ക് ദേവി ദേവതമാരുടെ ശരീരം കിട്ടാം, ചിലപ്പോൾ ആത്മീയമായിട്ടുള്ള ശരീരം കിട്ടാം, ചിലപ്പോൾ കൃമി കീടങ്ങളുടെ അല്ലെങ്കിൽ മൃഗങ്ങളുടെ അല്ലെങ്കിൽ പക്ഷികളുടെ അല്ലെങ്കിൽ വൃക്ഷങ്ങളുടെ ഒക്കെ ശരീരം കിട്ടാം. ഇതെല്ലാം ശരീരം എന്താണ് നമ്മളുടെ വസ്ത്രം മാറ്റുന്നതിന് അനുസരിച്ചിട്ടായിരിക്കും. അതുപോലെയാണ് കാണാൻ പാടുള്ളൂ. So the sense of an existence separate from Krishna is called Maya. Ma, not ya, this. Maya എന്ന് പറഞ്ഞാൽ not this. അതാണ് മായ. അതായത് സെൻസ് ഓഫ് എക്സിസ്റ്റൻസ് സെപ്പറേറ്റ്, ഭഗവാൻ കൃഷ്ണനെ മറന്നിട്ടുള്ള ആ ഒരു അസ്തിത്വം ആണ് മായ. ദാറ്റ് വിച്ച് ഈസ് നോട്ട് ട്രൂ. അത് സത്യമല്ല. സത്യമല്ലാത്തതാണ് മായ. സത് അല്ലാത്തതാണ് മായ. സത് പറഞ്ഞാൽ എറ്റേണൽ, അസത്ത് പറഞ്ഞാൽ ടെമ്പററി. എന്താണോ താൽക്കാലികമായിട്ടുള്ളത് അതാണ് മായ. ദാറ്റ് വിച്ച് ഈസ് ടെമ്പററി. So some think that we have nothing to do with Krishna, that Krishna is only a great historical personality and that the absolute is the impersonal Brahman. അപ്പോൾ ചില ഫിലോസഫി തത്വജ്ഞാനികൾ പറയും, അതായത് ഭഗവാൻ കൃഷ്ണൻ ഒരു ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റിയാണ്, ചരിത്ര പുരുഷനാണ്. ശരിക്കും എന്താണ് അബ്സല്യൂട്ട് പരമസത്യം എന്ന് പറഞ്ഞാൽ ഇംപേഴ്സണൽ ബ്രഹ്മൻ. എന്താണ് ഇംപേഴ്സണൽ ബ്രഹ്മൻ എന്ന് പറഞ്ഞാൽ? എന്താണ് ഇംപേഴ്സണൽ എന്ന് പറഞ്ഞാൽ? ബ്രഹ്മജ്യോതിയാണ് പ്രഭുജി. ഓക്കെ. അതിന്റെ അർത്ഥം അല്ല, ഇംപേഴ്സണൽ എന്നുള്ള ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? വ്യക്തിരൂപമില്ലാത്ത വ്യക്തിക രൂപം. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ പരമാത്മാ രൂപത്തില് എന്താ പറഞ്ഞ? അവ്യക്തമായിട്ടിരിക്കുന്നത് പരമാത്മ രൂപത്തിലുള്ള ബ്രഹ്മത്തെ. പരമാത്മാ രൂപത്തിലുള്ള ബ്രഹ്മത്തെ അല്ല, ബ്രഹ്മേതി പരമാത്മേതി എന്ന് പറയില്ലേ? ഓക്കെ. അവിടെ രൂപം വരുന്നില്ലല്ലോ. അതന്നെ. അപ്പൊ എന്താണ് അതിന് ഒന്ന് ക്ലിയർ ആയിട്ട് പറയാനാ പറഞ്ഞത്.
ഇംപേഴ്സണൽ എന്ന് പറഞ്ഞാൽ എന്തെല്ലാം വിശേഷണങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റും? എന്താണ് ഇംപേഴ്സണൽ? ഭഗവാൻ ഈ പ്രകൃതി തന്നെ ഈശ്വരൻ എന്ന് പറയും. ഭഗവാന്റെ അത് ഡീറ്റെയിൽ അതല്ല ഞാൻ പറഞ്ഞത്. ഇംപേഴ്സണൽ അപരാശക്തിയാണോ? അപരാശക്തിയാണോ? പരാപ്രകൃതി അപരാപ്രകൃതി അതാണോ? അല്ല എല്ലാം കൂടി കൺഫ്യൂഷൻ ആക്കണ്ട. അതിന്റെ മീനിങ് എന്താണെന്ന് ചോദിക്കുക ഞാൻ. ഇംപേഴ്സണൽ അത് ഇംഗ്ലീഷ് വാക്കാണ് അല്ലേ? മായാവാദം. അതിന്റെ ഡെഫിനിഷൻ രൂപമില്ല എന്ന് പറയുന്നത്. ഓക്കെ, രൂപമില്ല. പിന്നെ ഭഗവാന് രൂപമില്ല, നാമമില്ല, ധാമമില്ല എന്നൊക്കെ പറയും. നാമമില്ല, ധാമമില്ല, ആട്രിബ്യൂട്ട്സ്, അതായത് വിശേഷണങ്ങളില്ല. നിർഗുണമാണ്, നിരാകാരമാണ്, നിർവിശേഷമാണ്. ഈ 3 നിർഗുണം, നിർവിശേഷം, നിരാകാരം. ഈ അവസ്ഥയാണ് മായാവാദം എന്ന് പറയുന്നത്. ഭഗവാൻ ഇത് 3 ഉണ്ട്. എന്താണ് നിർഗുണം എന്ന് പറഞ്ഞാൽ? ഗുണമില്ലാത്തത്. ഗുണാതീതനാണ് ഭഗവാൻ. ഭൗതികമായിട്ടുള്ള ഗുണങ്ങളില്ല. അതാണ് അതിൻ്റെ അടുത്ത്. ഭൗതികമായിട്ടുള്ള ഗുണങ്ങൾ, സത്വരജസ് തമോ ഗുണത്തിലല്ല ഭഗവാൻ. അപ്പൊ ഗുണമുണ്ട്, ഭൗതിക ഗുണങ്ങളില്ല. ദിവ്യ ഗുണങ്ങളുണ്ട്, സ്പിരിച്വൽ ഗുണങ്ങളുണ്ട്. ശുദ്ധ സാത്വിക് സ്റ്റേജ് ഈ 3 ഗുണങ്ങളിന് അപ്പുറത്താണ്. അപ്പൊ ഗുണമില്ല എന്ന്, നിർഗുണം എന്ന് പറഞ്ഞാൽ ഗുണമില്ലാത്തവൻ അല്ല എന്നല്ല. ഈ 3 ഗുണങ്ങളും ഇല്ല. ഇത് ഭൗതിക തലത്തിലാണ്. നിരാകാരം, ഭഗവാന് നിരാകാരം എന്നുള്ള ഒരു ആസ്പെക്റ്റ് ഉണ്ട്. പക്ഷെ അത് അൾട്ടിമേറ്റ് അല്ല. ഭഗവാന്റെ ആകാരമുണ്ട്, രൂപമുണ്ട്, അതാണ് അൾട്ടിമേറ്റ്. ആ രൂപമുള്ള ഒരു ഭഗവാന് ശക്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇംപേഴ്സണൽ ആയിട്ടുള്ള നിരാകാരമായിട്ടുള്ള ഒരു ആസ്പെക്റ്റ് കൂടിയുണ്ട്. നിർവിശേഷം, ഒരു വിശേഷമില്ല, ഒരു ക്വാളിറ്റീസ് ഇല്ല, ഒരുപാട് അട്രിബ്യൂട്ട്സ് ഉണ്ട് ഭഗവാന്. പക്ഷെ അതില്ല എന്ന് പറഞ്ഞാൽ നിർവിശേഷം, സീറോ, ശൂന്യം എന്ന് പറയുന്ന അതാണ് മായാവാദ, അതാണ് ഇംപേഴ്സണലിസം. അപ്പോൾ ഇംപേഴ്സണലിസം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നിർവിശേഷ, നിരാകാര ആൻഡ് നിർഗുണം. ഈ തത്വത്തിൽ വിചാരിക്കുന്ന ആൾക്കാർ ഭഗവാന് യാതൊരു രൂപവുമില്ല, ഭഗവാന് ഭൗതികമായിട്ടുള്ള രൂപമില്ല, ട്രാൻസെൻഡൻ്റ് ആയിട്ടുള്ള രൂപമുണ്ട്, അത് മനസ്സിലാക്കുന്നില്ല. അപ്പം അവർ ഇതെല്ലാം ഒന്നാണ് കാണുന്നത്. രൂപമില്ലെങ്കിൽ സ്പിരിച്വലായിട്ടും ഇല്ല താൽക്കാലികം. ഇവിടെ ഭൗതിക ലോകത്തിൽ ആ നിരാകാരമായിട്ടുള്ള ബ്രഹ്മൻ ആകാരം എടുത്തിട്ട് ഇവിടെ വരുന്നു, രൂപമെടുത്ത് വരുന്നു എന്ന് പറയും. നിരാകാരമായിട്ടുള്ള ബ്രഹ്മൻ പറഞ്ഞാൽ സ്പിരിച്വൽ പേഴ്സണാലിറ്റിയാണ്, ഭഗവാനാണ്. ഇവിടെ നമ്മൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു ഭൗതിക രൂപം എടുത്ത് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ദിവ്യമായിട്ടുള്ള രൂപത്തിനെ കാണാൻ പറ്റാത്തത് കൊണ്ട് ഭഗവാൻ ഒരു ഭൗതിക രൂപത്തിൽ ഇവിടെ വരുന്നു, ഒരു ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു അല്ലേ. അപ്പം അതുകൊണ്ടാണ് പ്രഭുപാദ ജലദൂതയില് പോണ സമയത്ത്, അല്ല ജലദൂത പോണ സമയത്ത് 1964 1964 ഒരു മിനിറ്റ്, തൻ്റെ അല്ല 1935 തൻ്റെ ഗുരു മഹാരാജ് ആരാണ്? പ്രഭുപാദർ ഗുരു ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജിന്റെ വ്യാസപൂജ സമയത്ത് പ്രഭുപാദ ഒരു പോയം എഴുതി, ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജിനെ ഗ്ലോറിഫൈ ചെയ്തിട്ട്. അപ്പൊ അതില് പ്രഭുപാദ എഴുതിയ ഒരു പങ്ക്തിയാണ്, അബ്സല്യൂട്ട് ഈസ് സെന്റിയന്റ് though has proved, impersonal calamity though has removed, this gives us a life anew and fresh, worship the feet your divine grace. ബ്യൂട്ടിഫുൾ പോയമാണ്, കുറച്ച് വലുതാണ്, ഞാൻ വേണമെങ്കിൽ വായിക്കാം, ഇംഗ്ലീഷിലാണ്. ഓക്കെ, നല്ല രസമാണത്. ഓക്കെ, എല്ലാവരും പ്രാസത്തിലാണത്. Adore ye all the happy day, blessed than heaven, sweeter than May, when he appeared at Puri, the holy place, my Lord and Master, his divine grace. Oh my Master, the evangelic angel, give us the light, light up the candle, struggle for existence, a human race, the only hope is divine grace. Misled we are, all going astray, save us Lord, our fervent pray, wonder the ways to turn our face
adore the feet, your divine grace. Forgotten Krishna, we fallen souls, paying most heavy, the illusions told, darkness around, all untraced, the only hope, his divine grace. Message of service, though has brought helpful life, as Chaitanya wrought, unknown to all. It's full of grace, that's your gift, your divine grace. Absolute is sentient, though has proved, impersonal calamity, though has removed. This give us a life, new and fresh, worship the feet, your divine grace. Had you not come, who had told the message of Krishna, forceful and bold, that's your right, you have the maze. Save me of alien, your divine grace. The line of service as dawned by you is pleasing and healthy as morning dew, the oldest of all, but in new dress, miracle done, your divine grace. ഇത് പ്രഭുപാദ തൻ്റെ ഗുരുമഹാരാജനെ സ്തുതിച്ചിട്ട് ഗ്ലോറിഫൈ ചെയ്തിട്ടുള്ള വ്യാസപൂജ ഓഫറിംഗ് ആണ്. എല്ലാം അവസാനിക്കുന്ന യുവർ ഡിവൈൻ ഗ്രേസ് പറഞ്ഞാൽ ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമിയെ പറയുന്നത്. അപ്പോൾ അതിൽ ഈ പ്രത്യേകിച്ചിട്ട് ഈ ഒരു പങ്ക്തി സ്റ്റാൻസ അതിൽ പറഞ്ഞ അബ്സല്യൂട്ട് ഈസ് സെന്റിയന്റ്. അബ്സല്യൂട്ട് പറഞ്ഞാൽ എന്താണ്? പരമസത്യം. സെന്റിയന്റ് എന്ന് പറഞ്ഞാൽ കോൺഷ്യസ് ആണ്, അത് ജഡമല്ല. ഓക്കെ. പിന്നെ ദോ ഹാസ് പ്രൂവ്ഡ്, യു ഹാവ് പ്രൂവ്ഡ് ദാറ്റ്. ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി അതിനെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. മറ്റുള്ള മായാവാദ ഫിലോസഫേഴ്സായിട്ട് ഡിബേറ്റ് ചെയ്യുന്നത് ഖണ്ഡിച്ചിട്ട് അതിനെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അബ്സല്യൂട്ട് ഈസ് നോട്ട് ജസ്റ്റ് സം അബ്സ്ട്രാക്ട് ലൈറ്റ്, ഒരു ശക്തി മാത്രമല്ല, ഒരു വ്യക്തിയാണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതാണ് പറഞ്ഞത് അബ്സല്യൂട്ട് ഈസ് സെന്റിയന്റ്, ദോ ഹാസ് റിമൂവ്ഡ്, ദോ ഹാസ് പ്രൂവ്ഡ്. പിന്നെ പറയുന്നത് ഇംപേഴ്സണൽ കലാമിറ്റി. ഇംപേഴ്സണൽ എന്ന് പറഞ്ഞാൽ ഇംപേഴ്സണൽ ഫിലോസഫിയിലെ അതായത് നിർവിശേഷ, നിരാകാരം, നിർഗുണ, അത് കലാമിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നാച്ചുറൽ കലാമിറ്റീസ് പറയുന്നില്ലേ? എന്നാ സുചി മാതാജി കലാമിറ്റി എന്ന് പറഞ്ഞ മലയാളത്തിൽ എന്താ വാക്ക്? പ്രക്ഷോഭം അല്ലേ? പ്രകൃതിക്ഷോഭം, കലാപം, പ്രകൃതിക്ഷോഭമൊക്കെ പറഞ്ഞു. അപ്പോ ഇംപേഴ്സൺ എന്നുള്ളൊരു ഫിലോസഫി അത് കലാമിറ്റിയാണ്, ഒരു ക്ഷോഭമാണ്, പ്രതീക്ഷ അല്ലേ? അതേപോലെ തന്നെ ദോ ഹാസ് യു ഹാവ് റിമൂവ്ഡ് ദാറ്റ്, അത് മാറ്റിയിട്ട് ശരിക്കുള്ള പേഴ്സണൽ ഫിലോസഫി സ്ഥാപിച്ചിട്ടുണ്ട് അങ്ങ്. ആരെ? ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ്. ദിസ് ഗീവ് അസ് എ ലൈഫ്, ഇത് നമുക്കൊരു ജീവൻ തരുന്നു. എങ്ങനത്തത്? ന്യൂ ആൻഡ് ഫ്രഷ്, പുതുതും ഫ്രഷ് ആയിട്ടുള്ള ജീവൻ തരുന്നു. വേർഷിപ്പ് ദേവി, അത് തന്ന ആ പാദങ്ങളിൽ ഞാൻ നമസ്കരിക്കുന്നു, യുവർ ഡിവൈൻ ഗ്രേസ്. അതാണ് അതിൻ്റെ അർത്ഥം. ബ്യൂട്ടിഫുൾ റെൻഡിഷൻ by Prabhupada to his divine grace, Bhakti Siddhanta Saraswati Goswami Maharaj, his spiritual master. അപ്പൊ അതാണ് എന്ന് പറഞ്ഞ ഹരേ കൃഷ്ണ പ്രഭുജി. നിർവിശേഷ പറയുമ്പോ എന്താ? അതൊന്ന് പറഞ്ഞുതരൂ. നിർവിശേഷം പറഞ്ഞ ഭഗവാൻ ഒരുപാട് ആട്രിബ്യൂട്ട്സ് ഉണ്ടല്ലോ, ഒരുപാട് വിശേഷങ്ങൾ കൊടുക്കും. ഭഗവാന്റെ ലീലകളുടെ അടിസ്ഥാനത്തിൽ ഒരുപാട് വിശേഷണങ്ങൾ കൊടുക്കും. ഭഗവാൻ ഗിരിവരധാരി, അതായത് ഗോവർദ്ധൻ ഗിരിയെ എടുത്തില്ല, മക്കൺ ചോറ്, ഇതൊക്കെ ആട്രിബ്യൂട്ട്സ്. ഇതൊക്കെ ഭഗവാന്റെ എറ്റേണൽ ആട്രിബ്യൂട്ട്സ് ആണ്. ഇതിലാണ് ഭഗവാൻ അറിയപ്പെടുന്നത്. ഇതൊന്നും ഈ പ്രപഞ്ചത്തിൽ വരുമ്പോൾ ചെയ്യുന്ന ഒരു കപടലീലയല്ല, ഇതിൽ ആസ്വദിക്കുന്നു ഈ ലീലകളെ. ഇതൊക്കെ ഭഗവാന് കൊടുത്ത ആട്രിബ്യൂട്ട്സ് ആണ്, വിശേഷണങ്ങളാണ് ഭഗവാന്റെ ഓരോ രസങ്ങളും ഭക്തന്മാരായിട്ടുള്ളത്. അപ്പോൾ ഇതൊന്നും ഒരു നാടകം കളിക്കുന്ന പോലെയല്ല. ഹീസ് റിയലി എൻജോയിങ്, റിലിഷിങ് ഇറ്റ്. ഭഗവാൻ അല്ലാതെ ഭഗവാന്റെ ആ ഭഗവത്വ മറന്നിട്ട് ശരിക്കും ജീവിച്ച് ആനന്ദിച്ച് രസിക്കുന്ന ഇതാണ് അതൊക്കെ ഭഗവാൻ ഭക്തന്മാരുടെ കൂടെ ലീലകള്. അപ്പൊ ഈ ആട്രിബ്യൂട്ട്സ് അതൊന്നും മായാവാദ ഫിലോസഫിയിൽ പറഞ്ഞിട്ടില്ല. So something that we have nothing to do with Krishna, that Krishna is only a great historical personality, ഒരു ചരിത്ര പുരുഷൻ, അത്രേ ഉള്ളൂ. അതിന് മീതെ ആ കൃഷ്ണന് യാതൊരു റിലവൻസും വരെ കൊടുക്കുന്നില്ല. ആൻഡ് ദാറ്റ് ദ അബ്സല്യൂട്ട് ഈസ് ദ ഇമ്പേഴ്സണൽ ബ്രഹ്മൻ. അപ്പൊ ശരിക്കുള്ള അബ്സല്യൂട്ട് പരമസത്യം എന്ന് പറഞ്ഞാൽ നിരാകാരമായ, നിർവിശേഷം, നിർഗുണമായിട്ടുള്ള ആ അബ്സ്ട്രാക്ട് ലൈറ്റ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്.
Factually, as it is stated in the Bhagavad Gita, the impersonal Brahman is the personal effulgence of Krishna. Impersonal Brahman തെറ്റല്ല, അത് ഇൻകംപ്ലീറ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ഭഗവാൻ എന്നുള്ള ആ പേഴ്സണാലിറ്റിയുടെ 3 വ്യത്യസ്തമായിട്ടുള്ള ആസ്പെക്റ്റിലെ ഒരു ആസ്പെക്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇറ്റ്സ് നോട്ട് റോങ്, ഇറ്റ് ഈസ് ഇൻകംപ്ലീറ്റ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. In the Brahma Samhita, it is clearly stated that Krishna is Supreme Personality of Godhead, the cause of all causes. Ishvara Parama Krishna's Sachidananda Vigraha, Anadiradir Govinda, Sarva Karana Karana. Even the millions of incarnations are only different expansions. Even ഭഗവാന്റെ ഒരുപാട് അവതാരങ്ങളുണ്ട്, അതെല്ലാം സ്വയം ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള വിസ്താരണങ്ങളാണ്. Similarly, the living entities are also expansions of Krishna. നമ്മളും ഭഗവാന്റെ എക്സ്പാൻഷൻ ആണ്. എന്താണ് വ്യത്യാസം? 2 കാറ്റഗറി ഉണ്ട് എക്സ്പാൻഷൻ. ഒന്ന് സ്തു അംശം, ഒന്ന് വിഭിന്ന അംശം. ഒന്ന് സെൽഫ് എക്സ്പാൻഷൻ, ഒന്ന് സെപ്പറേറ്റഡ് എക്സ്പാൻഷൻ. നമ്മൾ ആ സെപ്പറേറ്റഡ് എക്സ്പാൻഷൻസിൽ വരുന്നു മാത്രം. The Mayavadi philosophers wrongly think that Krishna loses his own separate existence in his many expansions. എന്തുകൊണ്ടാണ് ഭഗവാൻ രൂപമില്ല എന്ന് പറയുന്നത്? മായവാദ ഫിലോസഫി പ്രകാരം. കാരണം വെച്ചാൽ ഭഗവാൻ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഭഗവാന്റെ ആ പൂർണ്ണ രൂപം നശിക്കപ്പെടുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നു. നമ്മളൊരു കേക്ക് ഉണ്ടാക്കി അതിനെ ഒരു 100 കഷ്ണാക്കി കഴിഞ്ഞാൽ കേക്ക് ഉണ്ടാവും, പിന്നെ എല്ലാവരും കൊടുത്തു, കേക്ക് അവിടെ ഉണ്ടാവും. പിന്നെ ശ്യാമള ഒരു കേക്ക് ഉണ്ടാക്കി എല്ലാവർക്കും ഓരോ പീസ് കൊടുത്തു. അപ്പൊ ആ കേക്ക് പിന്നെ അവിടെ ഉണ്ടോ എക്സിസ്റ്റൻസ്? കേക്കിന്റെ രൂപം മാറി. രൂപമല്ല, അത് കൊടുത്തു എല്ലാവർക്കും, കേക്ക് അവിടെ പിന്നെ. അപ്പൊ എല്ലാവരിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടു. അപ്പൊ എല്ലാവരിലും ഭഗവാൻ, അതുകൊണ്ട് ഭഗവാൻ രൂപമില്ല, അതാണ് അവരുടെ വാദം. പക്ഷെ ഈശോപനിഷത്തിൽ എന്താണ് പറയുന്നത്? പൂർണ്ണമിതം പൂർണ്ണമതം പൂർണ്ണാത് മുദിച്യത്തെ പൂർണ്ണാത് പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണം ഏവ അവശിഷ്യതേ. ഭഗവാൻ പൂർണ്ണമാണ്, കംപ്ലീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആണ്. ഭഗവാൻ നിന്ന് വരുന്ന ഓരോ യൂണിറ്റും കംപ്ലീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആണ്. ഇത്രയൊക്കെ യൂണിറ്റ് വന്നാലും ഭഗവാൻ അവശേഷിക്കുന്നതും പൂർണ്ണമാണ്. അല്ലേ? അപ്പൊ നമ്മളുടെ ഈ ഭൗതിക തലത്തിലുള്ള ആ കണക്ക് ഭഗവാനെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഭഗവാനിലേക്ക് എത്ര കൊടുത്താലും ശരി, ഭഗവാൻ പൂർണ്ണമാണ്, കൂടുന്നില്ല. ഭഗവാൻ എത്ര എടുത്താലും ശരി, ഭഗവാൻ കറിയുന്നില്ല, പൂർണ്ണമാണ്. സോ ദിസ് ഈസ് ദ മാത്സ്, സ്പിരിച്വൽ മാത്സ്. അപ്പോൾ അത് ഇവർക്ക് മനസ്സിലാവുന്നില്ല. ഭഗവാൻ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഭഗവാൻ ഒരു സമയത്ത് ഇല്ലാതെയാവുന്നു. അപ്പോൾ ഇവരെല്ലാം ഒരുമിച്ച് കൂടുമ്പോൾ ഭഗവാൻ വരുന്നു. അതിനെ ബ്രഹ്മൻ എന്ന് പറയുന്നവർ. ദിസ് തോട്ട് ഈസ് മെറ്റീരിയൽ നേച്ചർ. ഈ തോട്ട് അല്ലെങ്കിൽ ഈ കണക്ക് ഭൗതിക തലത്തിലുള്ള കണക്കാണ്. ഭഗവാൻ നമ്മൾ പ്രസാദം ഓഫർ ചെയ്യുന്നുണ്ട്, അല്ലെ? ഭോഗം ഓഫർ ചെയ്യുന്നുണ്ട്. ആ ഭോഗം ഓഫർ ചെയ്തിട്ട് ഭഗവാൻ എങ്ങനെ കഴിക്കുന്നത്? അതേപോലെ നമുക്ക് തിരിച്ചു തരുന്നില്ലേ? പിന്നെ എങ്ങനെ കഴിക്കുക ഭഗവാൻ? പക്ഷെ ഭഗവാൻ കഴിച്ചതിന് പ്രസാദാക്കി തരുന്നുണ്ട്. ഓക്കെ, അത് ശരിയാണ്. ഭഗവാനെ കണ്ണുകൊണ്ടും കാലുകൊണ്ടും നാസിക കൊണ്ടും ചെവി കൊണ്ടും ഏത് ജോലിയും ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്യുന്ന പോലെയല്ല. പക്ഷെ അതേപോലെ നമുക്ക് തിരിച്ചു തരുന്നു. ക്വാണ്ടിറ്റി കുറവൊന്നുമില്ല. 10 ഉണ്ണിയപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ 10 ഉണ്ണിയപ്പം നമുക്ക് തരുന്നു. ഭഗവാനെ പിന്നെ എവിടെ കഴിച്ചത്? നമ്മളിലൂടെ കഴിക്കുന്നു. അല്ലല്ല, ഭഗവാൻ പൂർണ്ണമാണ്. പൂർണ്ണമായി. പക്ഷെ നമ്മൾ 10 ഉണ്ണിയപ്പം വെച്ചു. മാതാജി രാവിലെ 10 ഉണ്ണിയപ്പം ഉണ്ടാക്കി ഭഗവാൻ ഓഫർ ചെയ്തു. ഭഗവാൻ അത് കഴിച്ചിട്ടാണ് നമുക്ക് തരുന്നത്. പക്ഷെ അതേപോലെ 10 ഉണ്ണിയപ്പം അതേപോലെ തന്നു. പിന്നെ എങ്ങനെ കഴിച്ചത്? ഹരേകൃഷ്ണ ഭഗവാനെ ഇപ്പൊ ഒരു ഇന്ദ്രിയം കൊണ്ട് തന്നെ മറ്റുള്ള ഇന്ദ്രിയങ്ങളുടെ കടമകൾ ചെയ്യാൻ പറ്റൂലോ? അപ്പൊ കണ്ണുകൊണ്ട്. ഓക്കെ, അതന്നെ ഇപ്പൊ ശ്യാമള മാതാജിയും പറഞ്ഞത്, ചെയ്യാൻ പറ്റും. പക്ഷെ എങ്കിലും അതേപോലെ തിരിച്ചു തരുന്നില്ലല്ലോ. കണ്ണുകൊണ്ട് കഴിച്ചോട്ടെ, ചെവി കൊണ്ട് കഴിച്ചോട്ടെ, വാ കൊണ്ട് കഴിച്ചോട്ടെ, പക്ഷെ ആ 10 നന്നായിട്ട് തിരിച്ചു തരുന്നില്ല നമുക്ക്.
അതിന് നമ്മുടെ ഗുരു മഹാരാജ് ഒരിക്കൽ ഒരു സംശയം ഒരു ശിഷ്യൻ ചോദിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞു, പ്രഭു ആണെന്ന് തോന്നുന്നുണ്ട് പറഞ്ഞത്. ആ ഒരു ശ്ലോകം നമ്മളൊരു ശ്ലോകം വെച്ച് കഴിഞ്ഞു, അപ്പൊ ആ ശ്ലോകം അവിടെ ഇരിക്കുന്നുണ്ടല്ലോ എന്ന്. ഇതാണ് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ഇത്. ആ ശ്ലോകത്തിന്റെ അതന്നെ ഞാൻ പറയാൻ വന്നത്. അത് മനസ്സിലായോ? അതായത് ശ്ലോകം ബുക്കിൽ നോക്കിയിട്ട് പഠിക്കാൻ പറഞ്ഞു, പഠിച്ച് കണ്ഠസ്ഥമാക്കിയിട്ട് വരാൻ പറഞ്ഞു, കണ്ഠസ്ഥമാക്കി വന്നു. ഓക്കെ, അപ്പോൾ ബുക്കിൽ നിങ്ങൾ ആ ശ്ലോകം നിങ്ങൾ കണ്ഠസ്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ ആ ബുക്കിൽ എവിടെ നിന്ന് വരുന്നു? അതേപോലെ ഇല്ലേ? അതേപോലെ തന്നെ ഭഗവാൻ പ്രസാദം ഭോഗം ഓഫർ ചെയ്യുമ്പോഴും അതേപോലെ തന്നെ അതേപോലെ അവിടെ ഉണ്ടായിരിക്കും. ഭഗവാന്റെ ആ കഴിവാണത്. അവിടെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കഴിവാണ്. ഭൗതിക തലത്തിൽ ഇത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഭഗവാൻ കഴിക്കുകയും ചെയ്യും, അതേപോലെ അത് തിരിച്ചു തരും ചെയ്യും, ഒരു ഗ്രാം കുറവില്ലാതെ. അപ്പൊ സ്പിരിച്വലും മെറ്റീരിയലും തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ. സോ ദിസ് തോട്ട് ഈസ് മെറ്റീരിയൽ നേച്ചർ. ഭൗതിക തലത്തിൽ നമ്മൾ കണക്ക് എടുക്കുമ്പോൾ ശരിയാണ്, തെറ്റാണ്. ഭഗവാൻ കഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് മുഴുവൻ, കഴിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് മുഴുവൻ തിരിച്ചു തരിക? പക്ഷെ ഭഗവാന്റെ ആ കഴിക്കല് സ്പിരിച്വൽ ഇൻ നേച്ചറാണ്. Simply by seeing that he honors that, he eats that. But at the same time, പൂർണ്ണം എവ അവശിഷ്യതേ, അതേപോലെ ബാക്കി ഉണ്ടായിരിക്കും. So we have experienced in the material world that a thing, when fragmentally distributed, loses its own original identity. But the Mayavadi philosophers fail to understand that absolute means that 1 plus 1 is equal to 1, and that 1 minus 1 is equal to 1. This is the case in the absolute world. നിങ്ങൾക്ക് 11 മണിക്കല്ലേ ക്ലാസ്? ഓക്കെ, ഇതും കൂടി ഞാൻ വേഗം വായിച്ച് നിർത്തട്ടെ, ഈ പാരഗ്രാഫും കൂടിയിട്ട്. Okay, then we'll stop it. For want of sufficient knowledge in the absolute science, we are now covered with illusion, and therefore we think that we are separate from Krishna. Although we are separate parts of Krishna, we are nevertheless not different from him. The bodily difference of the living entities is Maya, or not actual fact. We are all meant to satisfy Krishna by Maya alone. Arjuna thought that the temporary bodily relationship with his kinsman was more important than his eternal spiritual relationship with Krishna. The whole teaching of Gita is targeted toward this end, that a living being as Krishna's eternal servitor cannot be separated from Krishna, and his sense of being an identity apart from Krishna is called Maya. The living entities, as separate parts and parcel of the Supreme, have a purpose to fulfill. Having forgotten that purpose since time immemorial, they are situated in different bodies as men, animals, demigods, etc. Such bodily differences arise from forgetfulness of the transcendental service of the Lord. But when one is engaged in transcendental service, through Krishna consciousness, one becomes at once liberated from this illusion. One can acquire such pure knowledge only from the bona fide spiritual master, and thereby avoid the delusion that the living entity is equal to Krishna. Perfect knowledge is that the Supreme Soul, Krishna, is the supreme shelter for all living entities, and giving up such shelter, the living entities are deluded by the material energy, imagining themselves to have a separate identity. Thus, under different standards of material identity, they become forgetful of Krishna. When, however, such deluded living entities become situated in Krishna consciousness, it is to be understood that they are on the path of liberation, as confirmed in the Bhagavatam. Muktir hitvanyatha rupam swarupena vyavastita. Liberation means to be situated in one's constitutional position as an eternal servitor of Krishna consciousness. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് വായിച്ചിട്ടുള്ളൂ, ഇതിൻ്റെ വിവരണം പറഞ്ഞിട്ടില്ല. എന്തായാലും നിങ്ങൾ സൗകര്യം കിട്ടുമ്പോൾ ഇതിൻ്റെ മലയാളത്തിൽ ആ പർപ്പോട്ട് ഒന്നും കൂടി വായിക്കുമ്പോൾ ക്ലാരിറ്റി കിട്ടും. ഓക്കെ, ഹരേ കൃഷ്ണ, ഹരി ഓം തത് സത്. അപ്പോൾ അടുത്തത് 46 അതല്ലേ പ്രഭുജി? ഹരേ കൃഷ്ണ. പറയൂ. നേരത്തെ പറഞ്ഞില്ലേ ഒരു ശ്ലോകത്തിന്റെ, അതെന്തായിരുന്നു അത്? ഏതാ കഥ? പ്രഭുജി പൊന്നെ പറഞ്ഞെന്നുണ്ടോ? ഇല്ല, പറഞ്ഞിട്ടില്ല എന്നൊക്കെ തോന്നണം. ഏത്? ഇപ്പൊ ഒരു കണ്ടസ്റ്റാക്കി എന്ന് പറഞ്ഞില്ലേ? ഓക്കെ. പറയാൻ സമയമുണ്ടോ? പറയാം, അല്ലെങ്കിൽ അടുത്ത ക്ലാസ് പറയാം.
നിങ്ങൾക്ക് അവിടെ ഓപ്പൺ ചെയ്യണ്ടേ? അടുത്ത ക്ലാസ്സിൽ ചോദിച്ചാൽ മതി. ഓക്കെ, ഓക്കെ. ശരി. എന്നാ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പറയാം, അടുത്ത ക്ലാസ്സിൽ പറയാം. ഹരേ കൃഷ്ണ. ശരി എന്നാ. ഓക്കെ, താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ.